എല്ലാവർക്കും നമസ്കാരം. മധുരമുള്ള ഒരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചെറുകഥകളെ പറ്റിയാണല്ലേ പഠിക്കുന്നത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കി? ചെറുകഥയുടെ ആദിമ രൂപങ്ങളെ പറ്റി പരാമർശിച്ചു. ഏതൊക്കെയാണ്? ചൊൽക്കഥകൾ, പാട്ടുകഥകൾ, പുരാണത്തിലെ ഉപകഥകൾ, ഈസോപ്പ് കഥകൾ, അറബി കഥകൾ, ഇതിലൊക്കെ ചെറുകഥയുടെ ആദിമ രൂപം കാണാം. ചെറുകഥാ പ്രസ്ഥാനം മലയാളക്കരയിലേക്ക് എത്തിപ്പെട്ടത് പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ സമ്പർക്ക ഫലമായാണ്. അതിന് പ്രോത്സാഹനം നൽകിയതോ പത്രമാസികകളും. ചെറുകഥയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ എഴുത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം എഴുത്തിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും പത്രമാസികകളുടെ കടന്നുവരവും എഴുത്തുകാരുടെ ജ്ഞാനതലത്തിൽ, ബോധതലത്തിൽ, ചിന്താതലത്തിൽ ഒരുപാട് മാറ്റം വരുത്തി. ഒക്ടോബർ വിപ്ലവത്തിൻ്റെ വിജയത്തെ തുടർന്ന് മാർക്സിസ്റ്റ് ആശയങ്ങൾക്കും കമ്മ്യൂണിസത്തിനും കൂടുതൽ പ്രചാരം ലഭിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആവിർഭാവവും അവരുടെ ആശയങ്ങളും കാഴ്ചപ്പാടുകളുമെല്ലാം സാഹിത്യതലത്തിനെ പിടിച്ച് കുലുക്കി. നവോത്ഥാന കാലഘട്ടത്തിൽ വരുന്ന എഴുത്തുകാർ ആരൊക്കെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി അവരുടെ കൃതികൾ പരിചയപ്പെടാം. അതിലെ ആദ്യത്തെ എഴുത്തുകാരനാണ് തകഴി. മലയാളത്തിലെ പരാജയ പ്രസ്ഥാനത്തിൽപ്പെട്ട ചെറുകഥ എഴുത്തിൻ്റെ സ്ഥാപകനായ ഒരു മഹാകവി എന്ന് കേസരി ബാലകൃഷ്ണപിള്ള വിശേഷിപ്പിക്കുന്ന തകഴിയുടെ കഥാജീവിതം ആരംഭിക്കുന്നത് 1930 സർവീസ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച സാധുക്കൾ എന്ന കഥയോടുകൂടിയാണ്. 1935 പുതുമലർ എന്ന കഥാസമാഹാരം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അതിലെ കഥയാണ് വെള്ളപ്പൊക്കത്തിൽ. വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന, എന്നിട്ടും ആ വീടിന് കാവലായി നിൽക്കുന്ന, എല്ലാവരുടെയും മനസ്സിൽ ഒരു നൊമ്പരമുണർത്തുന്ന ആ നായയുടെ കഥ ആർക്കും മറക്കാനാവാത്തതാണ്. പുതുമലർ എന്ന കഥാസമാഹാരത്തിലെ മറ്റു കഥകൾ നോക്കാം. അച്ഛനാര്, പേരും നാളും ഇല്ലാത്ത കത്ത്, ഘോഷയാത്ര, അടിയൊഴുക്കുകൾ, ചങ്ങാതികൾ, നിത്യകന്യക, പതിവ്രത. ഇനിയുമുണ്ട് അദ്ദേഹത്തിൻ്റെ കഥകൾ. വെളുത്ത കുഞ്ഞ്, ഗാന്ധിജിയുടെ അന്ത്യം, കുരുടൻ്റെ ചാരുദാർഥ്യം, തഹസീൽദാരുടെ അച്ഛൻ തുടങ്ങിയവ തകഴിയുടെ കഥകളാണ്. അതിനിടയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. വെള്ളപ്പൊക്കത്തിൽ എന്ന പേരിൽ മറ്റൊരു എഴുത്തുകാരനും കഥ എഴുതിയിട്ടുണ്ട്. ആരാണെന്നറിയോ? എസ് വേണുഗോപൻ നായർ. ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ മോപ്പാസാങ്ങിൻ്റെ സ്വാധീനം വളരെ പ്രകടമായി കാണാവുന്നതാണ്. അതുപോലെ തന്നെ മനഃശാസ്ത്രപരങ്ങളും പാത്രസൃഷ്ടി പ്രധാനങ്ങളുമാണ് തകഴിയുടെ ഒരു വിഭാഗം കഥകളും. അടുത്ത എഴുത്തുകാരൻ കേശവദേവാണ്. കർഷക ജീവിതമാണ് തകഴി കൂടുതൽ ആവിഷ്കരിച്ചതെങ്കിൽ കർഷക ജീവിതത്തേക്കാൾ ഫാക്ടറി തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങളുമായിട്ടാണ് ദേവ് ഇടപെട്ടത്. വാടക കൊടുക്കേണ്ടാത്ത വാടക മുറികളിൽ പട്ടിണി കിടന്നു തൊഴിലാളികളുടെ കൂടെ ജീവിച്ചു. അവരുടെ കുടിലുകളിലെ ജീവിതം നേരിട്ട് അനുഭവിച്ചറിഞ്ഞു. കേരളത്തിലെ പട്ടണങ്ങളിലെ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്ന വർഗത്തിനിടയിൽ മാർക്സിൻ്റെയും ലെനിൻ്റെയും ആഹ്വാനങ്ങളെ പ്രചരിപ്പിക്കുവാൻ ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹം സഞ്ചരിച്ചു. റിയലിസത്തിലും സോഷ്യലിസ്റ്റ് റിയലിസത്തിലും അധിഷ്ഠിതമായ ഒട്ടേറെ കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രജ്ഞ, അയൽക്കാരി, കൂൾ ഡ്രിങ്ക്സ്, അച്ഛനും ഭാര്യയും, നിക്ഷേപം, ജീവിത സമരം, തസ്കര സംഘം തുടങ്ങിയ ദേവിൻ്റെ എണ്ണപ്പെട്ട കഥകളിലെല്ലാം ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും തൊഴിലിന് കൂലിയില്ലായ്മയും മറ്റും നിസ്വവർഗത്തിൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന ദയനീയ പരിണാമങ്ങളെയാണ് ആവിഷ്കരിക്കുന്നത്. 1930 മംഗളോദയ മാസികയിലാണ് ദേവിൻ്റെ ഏകാന്തതയിൽ നിന്ന് ഒരു കത്ത് എന്ന കഥ പ്രസിദ്ധീകരിച്ചത്. അതുപോലെ തന്നെ ദീനാമ, ബസ് യാത്ര, ആനന്ദകരമായ അടിമത്വം, മരച്ചീനി, അന്നത്തെ നാടകം എന്നുള്ളത് ഒരു കഥാസമാഹാരമാണ്. ഒരു രാത്രി, ഉഷസ്, ജീവിതപത്രം, റെഡ് വളണ്ടിയർ, പ്രേമിക്കാൻ നേരമില്ല, ഇതൊക്കെ ദേവിൻ്റെ കൃതികളാണ്. അടുത്തത് പൊൻകുന്നം വർക്കി. ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിൽ ജനിച്ച ശ്രീമാൻ വർക്കി കഷ്ടിച്ച് മലയാളം 7ാം ക്ലാസ് വരെ പഠിച്ചു. ചെറുപ്പത്തിലെ പള്ളിയുടെയും മതത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും ദുഷ്പ്രവണതകൾ അറിയാൻ കഴിഞ്ഞ ആ ചെറുപ്പക്കാരന് അവയോടുള്ള രോഷവും അമർഷവും കൂടി വന്നു. ഇദ്ദേഹം പുരോഗമന സാഹിത്യ സംഘടനയുടെ അധ്യക്ഷനും കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചത്? സാമൂഹ്യ ജീവിതത്തെ വിമർശിച്ച് നിർഭയമായി എഴുതുവാനുള്ള ഒരു പ്രചോദനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മതത്തിൻ്റെ പേരിൽ വഞ്ചനകളും കാപട്യങ്ങളും ചൂഷണങ്ങളും തൊഴിലാക്കുന്ന പൗരോഹിത്യത്തിൻ്റെ തൊലി പൊളിച്ചു കാണിക്കുന്ന ഒട്ടേറെ കഥകൾ വർക്കി രചിച്ചിട്ടുണ്ട്. അന്തോണി നീയും അച്ഛനായോടാ, പാളയംകോടൻ, നോൺസെൻസ്, ഒരു പിശാചു കൂടി, ഒരു ചിത്രം എന്നീ കഥകൾ അതിനുദാഹരണമാണ്. നിത്യകന്യക, ശബ്ദിക്കുന്ന കലപ്പ, ജയിലിൽ നിന്ന്, എൻ്റെ സമരപ്രതിജ്ഞ, മുഴുമിപ്പിക്കാത്ത കത്ത് തുടങ്ങിയവ പൊൻകുന്നം വർക്കിയുടെ കഥകളാണ്. അടുത്തത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിലേക്ക് പോകാം. ബഷീറിൻ്റെ ആദ്യത്തെ കഥ ഏതാണെന്നറിയോ? തങ്കം. അത് ജയകേസരി മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഥകൾ ഏതൊക്കെയാണ്? ടൈഗർ, അത് ഒരു പട്ടിയുടെ കഥയാണേ. പൂവമ്പഴം, ആയിഷൂട്ടി, ചട്ടുകാലി. ഫാൻറ്റസി കഥകളോ? നീലവെളിച്ചം, നിലാവ് കാണുമ്പോൾ, നിലാവ് നിറഞ്ഞ പെരുവഴിയിൽ. കഥാസമാഹാരങ്ങളുണ്ട്. ജന്മദിനം, ഓർമ്മക്കുറിപ്പ്, പാവപ്പെട്ടവരുടെ വേശ്യ, അനർഘ നിമിഷം, വിശപ്പ്, ഭഗവത്ഗീതയും കുറേ മുലകളും,
ആനപ്പൂട, ഭൂമിയുടെ അവകാശികൾ, ഇതൊക്കെ ബഷീറിൻ്റെ കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ആ ഒരു അവസ്ഥ നമുക്ക് നോക്കാം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സന്ദേശവും സ്വാതന്ത്ര്യ സമരാവേശവും അലതല്ലുന്ന ഒരു കാലമായിരുന്നു ബഷീറിൻ്റേത്. അതായത് ലോകമഹായുദ്ധത്തിൻ്റെ ഭീകരത, പട്ടിണി, തൊഴിലില്ലായ്മ, കരിഞ്ചന്ത, ചൂഷണം, അങ്ങനെ ജീവിക്കാൻ തന്നെ ഒരു ദുർവഹമാകുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ബഷീറിൻ്റേത്. ഇവിടുന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഥകളുടെ വേരുകൾ ആഴ്ന്നിറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല കഥകളൊക്കെ സ്വാതന്ത്ര്യ സമര ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ആസ്പദമാക്കി രചിച്ചവയായിരുന്നു. അമ്മ, ഭാരതമാത, പോലീസുകാരൻ്റെ മകൾ, കൈവിലങ്ങുകൾ, ജയിൽ പുള്ളിയുടെ ചിത്രം തുടങ്ങിയവയാണ് അത്തരം കഥകൾ. അടുത്തത് കാരൂർ നീലകണ്ഠപിള്ള. മനുഷ്യരുടെ ഇല്ലായ്മകളും വല്ലായ്മകളുമാണ് കാരൂരിൻ്റെ മുഖ്യ കഥാവിഷയം. അദ്ദേഹം കണ്ടറിഞ്ഞ സാധാരണക്കാരുടെ ജീവിതവും ദുരിതവും അവരുടെ നിസ്സഹായ അവസ്ഥയൊക്കെയാണ് കാരൂർ തൻ്റെ കഥയ്ക്ക് വിഷയമാക്കിയത്. കാരൂരിൻ്റെ കഥകളെ പൊതുവെ വാദ്യാർ കഥകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഏറ്റവും ഹൃദയസ്പർശിയായ കഥ പൊതിച്ചോറ്. എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? മറ്റൊരു കഥയാണ് പൂവമ്പഴം. പൂവമ്പഴം എന്ന പേരിൽ ആരൊക്കെ കഥകൾ എഴുതിയിട്ടുണ്ട്? ബഷീർ, കാരൂർ, മാധവിക്കുട്ടി, സക്കറിയ ഇവരൊക്കെ പൂവമ്പഴം എന്ന പേരിൽ കഥ എഴുതിയിട്ടുണ്ട്. മരപ്പാവകൾ, ഉതുപ്പാൻ്റെ കിണർ, കാവടി, കാൺമാനില്ല, ചുടലത്തെങ്ങ്, മിലിട്ടറി, ആദ്യത്തെ കത്ത്, വള്ളക്കാരൻ ലുബ്ധൻ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കഥകളാണ്. ജാതിചിന്തയുടെ വിഷം പരത്തി വർഗീയത നടത്തുന്ന രാഷ്ട്രീയക്കാരുടെ കഥ പറയുന്നതാണ് ചങ്ങാതികൾ. അതുപോലെ തന്നെ ശിപ്പായിയും അനുജനും എന്ന കഥയിൽ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന വാഗ്ദാനങ്ങൾക്കും അവരുടെ പ്രവൃത്തികൾക്കും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ നിശിതമായി പരിഹസിച്ചു കാണുന്നു. ബഷീർ, കാരൂർ, ഉറൂബ് ഇവരുടെ കഥകളിലെ ഒരു പ്രത്യേകതയാണ് പലപ്പോഴും ഇവർ നർമ്മം ചാലിച്ച് കഥകൾ അവതരിപ്പിക്കുന്നു എന്നുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ മരപ്പാവകൾ എന്ന കഥയിലെ എന്യൂമറേറ്ററും നളിനിയും തമ്മിലുള്ള ഒരു സംഭാഷണം നോക്കുക. വിവരങ്ങൾ ചോദിച്ചറിയാൻ വന്ന എന്യൂമറേറ്റർ ചോദിക്കും, ഭർത്താവ്? അപ്പം നളിനി പറയും, ഭർത്താവ് ഉണ്ട്, ഭർത്താവ് ഇല്ലതാനും. അതുപോലെ തന്നെ പ്രസവിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ ആണും പ്രസവിച്ചിട്ടില്ല, പെണ്ണും പ്രസവിച്ചിട്ടില്ല. അതൊക്കെ വളരെ നർമ്മത്തിലാണ് അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളത്. അടുത്തത് എസ്.കെ. പൊറ്റക്കാട്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ തകഴിയും ദേവും വർക്കിയുമൊക്കെ നിസ്വവർഗങ്ങളുടെ പ്രശ്നങ്ങൾ വിഷയമാക്കി വിമർശനാത്മകമായി അല്ലെങ്കിൽ വിപ്ലവാത്മകമായി കഥകൾ രചിച്ചവയാണ്. കാരൂരാകട്ടെ വാദ്യാർ കഥകളും. അത് ബഷീറിലേക്ക് എത്തുമ്പോൾ സ്വാതന്ത്ര്യബോധവും വിപ്ലവാത്മകതയൊക്കെ കൈവരുന്നു. ഇനി എസ്.കെ. പൊറ്റക്കാട്. ഈ പൊറ്റക്കാടും ഉറൂബുമൊക്കെ അങ്ങനെ ഗൗരവമായ സാമൂഹ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല. അവരുടെ കൃതികൾ ഭൂരിഭാഗവും നമ്മുടെ മനുഷ്യ സ്വഭാവ വൈവിധ്യങ്ങൾ, മാനുഷിക ബന്ധങ്ങൾ, അങ്ങനെ വൈകാരിക ജീവിതത്തെ സ്പർശിച്ചു പോകുന്ന തരത്തിലുള്ള എഴുത്താണ് ഇവരുടേത്. പൊറ്റക്കാട് കുറേ കാലം അധ്യാപകനായിരുന്നു. പിന്നീട് ബോംബെയിൽ ഗുമസ്തനായി ജോലി ചെയ്തു. അവിടുന്ന് അതും ഉപേക്ഷിച്ചു. അങ്ങനെ ലോകസഞ്ചാരം നടത്തി. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ വഴികൾ എന്ന് പറയുന്നത്. പൊറ്റക്കാടിൻ്റെ പല കഥകൾക്കും ഈ റൊമാൻറ്റിക് സ്വഭാവം കാണുന്നുണ്ട്. ഈ റൊമാൻറ്റിക് സ്വഭാവം എന്ന് പറയുമ്പോൾ ഇങ്ങനെ യാഥാർത്ഥ്യ സ്പർശമൊന്നും ഇല്ലാത്ത വെറും ഭാവനയും വികാരവും അത്തരത്തിലുള്ള ഒരു റൊമാൻറ്റിസിസം അല്ല കാണുന്നത്. അതായത് റിയലിസത്തിൻ്റെ കലർപ്പുള്ള നിയന്ത്രിതമായ ഒരു റൊമാൻറ്റിസിസമാണ് പൊറ്റക്കാടിൻ്റെ കഥയിലുള്ളത്. കുറച്ച് കൃതികൾ ഉദാഹരണമായിട്ട് പറയാം. പുള്ളിമാൻ, സന്ദർശനം, പ്രതിമ, നിശാഗന്ധി ഈ കഥകളൊക്കെ അത്തരമൊരു സ്വഭാവത്തിൽ വരുന്നതാണ്. പൊറ്റക്കാടിൻ്റെ എടുത്തു പറയേണ്ട, അതുപോലെ പലരും വായിച്ചിട്ടുള്ള ഒരു കഥയാണ് നിശാഗന്ധി. തൻ്റെ കാമുകിയെ കാണാൻ വേണ്ടി രാത്രി കാമുകൻ പോകും. നിശാഗന്ധി ചോട്ടിലാണ് അദ്ദേഹം നിൽക്കുക. അവിടെ ഒരു പൊന്തയുണ്ട്. ഒരു ദിവസം അദ്ദേഹം കേൾക്കുന്നു ഈ പൊന്ത വെട്ടിക്കളയണമെന്ന്. അത് കാമുകിയുടെ അച്ഛനാണ് പറയുന്നത്. അത് ചെയ്യരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് കാമുകിക്ക് ഒരു കത്തൊക്കെ എഴുതിയിട്ട് പോകുമ്പോൾ എല്ലാവരും കൂടി പൊന്തക്കാട് വെട്ടിത്തെളിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ പൊന്തക്കാട് വെട്ടിത്തെളിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു എന്നറിയോ? ഒരു മൂർഖൻ പാമ്പുണ്ടായിരുന്നു. അതോടുകൂടി ആ കാമുകൻ ഞെട്ടിപ്പോവുകയാണ്. ഇങ്ങനെ ഒരു മരണത്തിൻ്റെ ചുവട്ടിലാണ് ഞാൻ ഇത്രയും നാളും തൻ്റെ പ്രേമവുമായി വന്ന് നിന്നതെന്നുള്ള ആ ഒരു ഭയം അയാളുടെ പ്രണയത്തെ തന്നെ ഇല്ലാതാക്കി കളയുന്നു. റൊമാൻറ്റിസിസത്തിൻ്റെ മരണം സംഭവിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു കഥയാണ്. സാമൂഹിക നീതികളെ വിമർശിക്കുന്ന ഏതാനും ചില കഥകളും പൊറ്റക്കാട് രചിച്ചിട്ടുണ്ട്. ഭ്രാന്തൻ നായ, പാട്ടുകാരി, വേശ്യയുടെ കത്ത്, ഇൻസ്പെക്ഷൻ, വിഘ്നേശ്വരൻ, ഒഴിഞ്ഞ കട്ടിൽ, ഒട്ടകം, ദുർദിനം തുടങ്ങിയ കഥകളൊക്കെ ഇത്തരത്തിൽ വരുന്നതാണ്. അടുത്തത് PC കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബ്. ഇദ്ദേഹത്തിൻ്റെ കഥകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കുമ്പോൾ നമ്മളൊരു കുടുംബത്തിലെത്തിപ്പെട്ട ഒരു തോന്നലാണ് ഉണ്ടാകുക. അതായത് കുടുംബാന്തരീക്ഷമാണ് അധികവും അദ്ദേഹം ആവിഷ്കരിച്ചത്. ഭാര്യ ഭർത്താക്കന്മാർ, അച്ഛൻ, അമ്മ, സഹോദരി സഹോദരന്മാർ, ബന്ധുജനങ്ങൾ. അപ്പോൾ ഇവരുടെയൊക്കെ ഇണക്കവും പിണക്കവും സുഖവും ദുഃഖവും വിദ്വേഷവും വാശിയും നർമ്മവും സഹാനുഭൂതിയും വിഡ്ഢിത്തവും ഒക്കെ ചിത്രീകരിക്കുന്നതിലാണ് ഉറൂബ് ഏറെ താല്പര്യം കാണിച്ചത്.
കഥകൾ നോക്കാം. രാച്ചിയമ്മ, വെളുത്ത കുട്ടി, അച്ഛൻ്റെ മകൻ, കഥാസമാഹാരങ്ങൾ നോക്കാം. നീർച്ചാലുകൾ, തേൻമുള്ളുകൾ, തുറന്നിട്ട ജാലകം, പൂമ്പെടുക്കുന്ന മണ്ണ്, മൗലവിയും ചങ്ങാതിമാരും, ഗോപാലൻ നായരുടെ താടി എന്ന കഥ, കുഞ്ഞിനൊരു കുപ്പായം എന്ന കഥ, അതൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കഥകളാണ്. ചുരുക്കി പറഞ്ഞാൽ ഉറൂബ് ആദ്യകാലം തൊട്ട് തന്നെ രാഷ്ട്രീയമോ സാമൂഹികമോ ആയ ആദർശങ്ങളുടെയോ പ്രത്യയശാസ്ത്രങ്ങളുടെയോ ഒരു വക്താവോ പ്രചാരകനോ ആയിരുന്നില്ല. അദ്ദേഹം പ്രധാനമായും ലക്ഷ്യം വെച്ചത് മനുഷ്യ മനസ്സിന്, സ്നേഹത്തിന്, മനുഷ്യവികാരങ്ങൾക്കൊക്കെയാണ്. അപ്പോൾ ഇത്രയും എഴുത്തുകാരെക്കുറിച്ച് ചുരുക്കി പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. നവോത്ഥാന എഴുത്തുകാർ ഇനിയും ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ അവരെക്കുറിച്ച് ചർച്ച